നമ്മളിങ്ങനെ വ്ളോഗ് എടുക്കാത്തതുകൊണ്ട്. ഹലോ, ഞങ്ങളുടെ ലൈഫിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ദിവസമാണ് 13 ഫെബ്രുവരി 2025. മറ്റൊന്നുമല്ല, ഞങ്ങൾ ഏറ്റവും കൂടുതലും കാണണമെന്ന് ആഗ്രഹിച്ച ഒരാളെ ഞങ്ങൾ കാണാൻ പോവാണ്. അത് മറ്റാരെയല്ല, സാക്ഷാൽ തിരുപ്പതി ബാലാജി. ഭഗവാനെ കാണാൻ വേണ്ടിയിട്ടുള്ള യാത്രയിലാണ്. ഇതൊരു വ്ളോഗ് പോലെ നമ്മൾ ചെയ്യുകയാണ്. അതിനിടയ്ക്ക് ഇൻഫർമേറ്റീവായിട്ടുള്ള കാര്യങ്ങളും പറഞ്ഞു തരുന്നതായിരിക്കും. ഏകദേശം ഒരു 1 ഇയറായിട്ട് ഞങ്ങൾ ഭഗവാനെ പ്രാർത്ഥിക്കുന്നുണ്ട്. അത് വളരെ യാദൃശ്ചികമായിട്ടാണ് തിരുപ്പതി ഭഗവാനിലേക്ക് ഞങ്ങൾ എത്തിപ്പെട്ടത്. അപ്പോൾ നമ്മൾ ഇറങ്ങി ഓട്ടോ പിടിക്കാൻ പോവുക. ഓട്ടോ വന്നു. ഇനി ഞങ്ങൾ നേരെ മെട്രോ സ്റ്റേഷൻ. നമ്മളുടെ വീട്ടിൽ നിന്നും നേരെ മെട്രോ സ്റ്റേഷൻ, അതിനുശേഷം കെആർപുരത്തു നിന്നാണ് നമ്മുടെ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. തിരുപ്പതിയിൽ ഇതുവരെയും പോവാത്ത ആൾക്കാർക്കുള്ളൊരു ഇൻഫർമേഷനാണ് തരാൻ പോകുന്നത്. തിരുപ്പതിയിൽ ശരിക്കും വിവിധ തരത്തിലുള്ള ദർശനം ടിക്കറ്റ്സ് ഉണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ പോകുന്നത് ഈ ഒരു ഒന്നില്ലെങ്കിൽ ഫ്രീ ദർശനം അല്ലെങ്കിൽ ഒരു 300 രൂപയുടെ ദർശനമുണ്ട്. നമ്മൾ 300 രൂപയുടെ ദർശനം എടുത്തിട്ടാണ് ഭഗവാനെ കാണാൻ പോകുന്നത്. നമ്മൾ ശേഷാദ്രി എക്സ്പ്രസ് എന്ന് പറഞ്ഞ ട്രെയിനിലാണ് പോകുന്നത്. അത് ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ ബാംഗ്ലൂരിൽ നിന്നാണ്. പിന്നെ വന്നിട്ട് നേരത്തെ ഒരു 1 മന്ത് മുമ്പ് ടിക്കറ്റ് ബുക്ക് ചെയ്തു. TTD ദേവസ്വത്തിൻ്റെ വെബ്സൈറ്റിൽ കൂടെയാണ് നമ്മൾ ബുക്ക് ചെയ്യേണ്ടത്. ഫ്രീ ദർശനം ഒഴിച്ച് ബാക്കി എല്ലാ ബുക്കിങ്ങും ഈ ദേവസ്വത്തിൻ്റെ വെബ്സൈറ്റിൽ കൂടെ നമുക്ക് ചെയ്യാവുന്നതാണ്. വെബ്സൈറ്റ് കൂടാതെ മൊബൈൽ ആപ്ലിക്കേഷൻസും അവൈലബിൾ ആണ്. www.tirumala.org എന്നാണ് വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ്. ആപ്ലിക്കേഷൻ്റെ ഒരു യൂസേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് നോട്ടിഫിക്കേഷൻ വരും. എപ്പോഴാണ് നമ്മൾക്ക് ടിക്കറ്റ്സ് ഓപ്പൺ ആവുന്നത് അപ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ വരും. സോ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നത് നല്ലതാണ്. പ്ലാറ്റ്ഫോം നമ്പറിൽ നമ്പറല്ല, ബോഗി നമ്പർ ഡിസ്പ്ലേ ആയത് റോങ് ആയിരുന്നു, തലതിരിഞ്ഞായിരുന്നു. AC ലാസ്റ്റ് കാണിച്ചിട്ട് AC ആദ്യം വന്നു. പുറകിൽ നിന്ന് ഒരു ഗസ്റ്റിൽ നോളം പറഞ്ഞിട്ട് B4 വന്നു. പൊതുവെ പറയുന്ന കേൾക്കാറുണ്ട്, നമ്മൾ എത്ര കാണണമെന്ന് ആഗ്രഹിച്ചാലും കാണാൻ പറ്റണമെന്നില്ല. ഭഗവാന് തോന്നണം ശരി ഒന്ന് കണ്ടേക്കാം എന്നാൽ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ചില ആൾക്കാരൊക്കെ പോയി ഫ്രീ ദർശനത്തിന് നിന്നിട്ട് ദർശനം കിട്ടാതെ വരുന്നവരുണ്ട്. അതാണ് പറയുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും പ്രാർത്ഥിച്ചിട്ട് വേണം ടിക്കറ്റ് ബുക്ക് ചെയ്യാനായിട്ട്. ഞങ്ങൾ നന്നായി പ്രാർത്ഥിച്ചിട്ടാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തത്. കാരണം ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ ഞങ്ങളൊരു വർഷമായിട്ട് ഭഗവാനായിട്ട് ഒത്തിരി ഒരു കണക്റ്റഡ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ആവണം നമുക്ക് ടിക്കറ്റും കിട്ടി. ഞങ്ങളങ്ങനെ ജോലാർപേട്ട് എത്തി. ഇവിടെ നിന്ന് ഇനിയുണ്ടൊരു 5:30 ആകുമ്പോഴേ ട്രെയിൻ എത്തുള്ളൂ. ഇതുവരെ ഫുഡൊന്നും ആയിട്ടില്ല. ഇത് കഴിക്കാനായില്ല വെച്ചാൽ അപ്പോൾ ഇങ്ങനെ കഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ലതാണോ? നല്ല ഒച്ചയുണ്ട്. ക്രിസ്പിയാണ് അല്ലേ? സമയം 3 മണി 3:30 ഒക്കെ ഞാൻ റീഡപ്പ് ചെയ്യും. ബാംഗ്ലൂർ ഒന്ന് ഓൾമോസ്റ്റ് ഒരു 4.5 മണിക്കൂർ യാത്രയേ ഉള്ളൂ തിരുപ്പതിയിലേക്ക്. തിരുപ്പതിയിലെത്തിയ പിന്നെ തിരുമലയിലേക്ക് നമ്മൾ മല കയറി പോകണം. ഇതുപോലത്തെ സമൂസ എല്ലാവരും കണ്ടിട്ടില്ലേ? ഈ സമൂസയുടെ കൂടെ 2 പച്ചമുളക് തരും. അത് ഫ്രൈഡ് പച്ചമുളകാണ്. അതൊരു മേ ബി ഒരു കോമ്പിനേഷൻ ആയിരിക്കാം. അങ്ങനെ ഞങ്ങളുടെ യാത്ര തുടരുകയാണ്. ഇനി തിരുപ്പതി പോകുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം, നമ്മൾ ഒന്നില്ലെങ്കിൽ 21 ദിവസം അല്ലെ 7 ദിവസം അല്ലെങ്കിൽ 3 ദിവസം വ്രതം എടുത്തിട്ട് വേണം പോകാൻ. എങ്ങനെയാണോ നമ്മൾ ശബരിമലയ്ക്കൊക്കെ പോകുന്നില്ലേ, അതുപോലെ നല്ല പോലെ വ്രതം എടുക്കണം. ഞങ്ങൾ 2 പേരും നല്ല പോലെ വ്രതം എടുത്തു. ഭഗവാന് 2 നേരം വിളക്ക് വെച്ചു, 1 നേരം നേദ്യം കൊടുത്തൊക്കെയാണ് ഞങ്ങളിപ്പോൾ ഭഗവാനെ കാണാൻ വേണ്ടി പോകുന്നത്. പകലത്തെ ട്രെയിൻ യാത്ര അത്ര രസമുള്ള കാര്യമൊന്നുമല്ലല്ലോ.
പക്ഷേ എങ്ങനെയൊക്കെയോ ഭഗവാനെ കാണാനുള്ളൊരാഗ്രഹം കൊണ്ട് കഷ്ടപ്പെട്ടിരുന്നു. ഫുഡൊന്നും കിട്ടിയില്ല. ലാസ്റ്റ് തിരുപ്പതി റെയിൽവേ സ്റ്റേഷനിൽ വന്നു. തിരുപ്പതി റെയിൽവേ സ്റ്റേഷനിൽ ഭയങ്കര തിരക്കാണ്, നിറയെ ആൾക്കാർ. മിക്ക ആൾക്കാരും ദർശനം കഴിഞ്ഞ് തിരിച്ചു പോകുന്നവരാണ്. ഇവിടെ ഒരുപാട് ട്രെയിനുകൾ വന്നു പോകുന്ന ഒരു റെയിൽവേ സ്റ്റേഷനാണ്. ഓൾമോസ്റ്റ് ആൾക്കാരും ഈ ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടാണ് തിരുപ്പതി തിരുമല യാത്രയ്ക്ക് വേണ്ടിയിട്ട് പോകുന്നത്. യൂബർ, ഒലെ, റാപ്പിഡോ പോലെയുള്ള എല്ലാ ആപ്ലിക്കേഷൻസും അവൈലബിൾ ആണ്, എല്ലാ സർവീസസും അവൈലബിൾ ആണ്. സോ ഇറ്റ് ഈസ് ബെറ്റർ ടു ബുക്ക് ത്രൂ ദീസ് ടൈപ്പ് ഓഫ് ആപ്ലിക്കേഷൻസ്. കാരണം അല്ലെങ്കിൽ അവർ ചോദിക്കുന്ന പൈസ വളരെ കൂടുതലായിരിക്കും. ഇപ്പം നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഹോട്ടലിലേക്ക് 51 രൂപ മാത്രമേ ആയിട്ടുള്ളൂ. അല്ലാണ്ട് നമ്മൾ വിളിക്കുവാണെങ്കിൽ ഇവർ 100-150 രൂപ മേടിക്കുമെന്നാണ് അടുത്തുള്ള അവിടെ നിന്ന ആൾക്കാർ നമുക്ക് പറഞ്ഞു തന്നത്. അതുകൊണ്ടാണ് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയ ഉടനെ തന്നെ റാപ്പിഡോ യൂസ് ചെയ്തിട്ട് നമ്മൾ ഒരു ഓട്ടോ ബുക്ക് ചെയ്തിട്ടാണ് ഹോട്ടലിലേക്ക് പോകുന്നത്. പിന്നെ തിരുപ്പതി പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ട്രെയിനിന് പോകുന്നെങ്കിൽ ട്രെയിൻ ടിക്കറ്റ്സ് നേരത്തെ തന്നെ ബുക്ക് ചെയ്യാൻ നോക്കുക. കാരണം പെട്ടെന്ന് സോൾഡ് ഔട്ടായി പോകും ടിക്കറ്റ്സ്. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റേ, തിരുപ്പതിയിലും തിരുമലയിലും 2 സ്ഥലത്തും സ്റ്റേ ഉണ്ട്. തിരുപ്പതിയിലാണ് നിങ്ങൾ സ്റ്റേ ചെയ്യുന്നതിൽ അവിടെ ഒരുപാട് പ്രൈവറ്റ് ഹോട്ടൽസ് ഉണ്ടാവും. തിരുമലയിലാണെങ്കിൽ ദേവസ്വത്തിൻ്റെ തന്നെ ഒരുപാട് സ്റ്റേ, അതായത് 100 രൂപ 50 രൂപയ്ക്കൊക്കെ നമുക്ക് അവിടെ സ്റ്റേ ലഭിക്കുന്നതാണ്. അപ്പം ഞങ്ങൾ ആദ്യമായിട്ട് പോകുന്നതുകൊണ്ട് ഞങ്ങൾക്ക് കൂടുതൽ അറിയാത്തത് കൊണ്ടാണ് ഞങ്ങൾ താഴെ ഒരു booking.com ഒരു റൂം ബുക്ക് ചെയ്തിട്ട് പോയത്. എനിക്കെപ്പോഴും വേറൊരു സ്റ്റേറ്റിൽ ചെല്ലുമ്പം ഭയങ്കര കൗതുകമാണ്. ബിക്കോസ് ഞാൻ അങ്ങനെ കൾച്ചർ വാച്ച് ചെയ്യുന്ന ഒരാളാണ്. ഇഫ് തമിഴ്നാട്ടിൽ പോകുന്നെങ്കിൽ അവിടുത്തെ കൾച്ചർ കാണണം, അവിടുത്തെ ഫുഡ് കഴിക്കണം എന്നൊക്കെ ഭയങ്കര നിർബന്ധമുള്ള ഒരാളാണ്. സോ തമിഴ്നാട്, കർണാടക, ആന്ധ്ര വന്നപ്പം ആ ഒരു എക്സൈറ്റ്മെൻറ്റ് കൂടി. കാരണം ഫസ്റ്റ് ടൈമാണ് ആന്ധ്ര കാണുന്നത്. സത്യം പറഞ്ഞാൽ വളരെ ക്ലിയർ, പ്യോർ സിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. തിരുപ്പതിനെ വളരെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് സിറ്റി ഫുള്ളായിട്ട്. നല്ല ഫ്ലൈ ഓവേഴ്സും, ഈവൻ ഫ്ലൈ ഓവേഴ്സിൽ പോലും തിരുപ്പതി ഭഗവാന്റെ ആ ഒരു സിമ്പിളൊക്കെ അവർ വരച്ചു വെച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്തു. സെക്കൻഡ് ഫ്ലോറിലാണ് റൂം. അന്ന് കുളിച്ച് റെഡിയായിട്ട് ഇനി പോകുന്നത് ഗോവിന്ദരാജസ്വാമി ടെമ്പിളിലേക്കാണ്. നല്ല വിശപ്പുണ്ടായിരുന്നു, അപ്പോൾ എന്തെങ്കിലും കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. സ്ട്രീറ്റിൽ മൊത്തം കുറേ ഫുഡ് സ്റ്റോളുകളുണ്ട്. നല്ലതായിട്ട്, അതായത് അപ്പം പ്രിപ്പയർ ചെയ്ത് തരുന്ന ഇഡ്ഡലി, ദോശ, പൂരി അങ്ങനത്തെ ഐറ്റംസാണ് ഉള്ളത്. നമുക്ക് ആ ചേച്ചി പറഞ്ഞു ദോശ ഉണ്ടാക്കി തരാം, ഇഡ്ഡലി ആവാൻ ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. സോ ദോശയും കഴിച്ചു, ഇഡ്ഡലി. ഞങ്ങൾ പുറത്തിറങ്ങി വന്നപ്പോഴത്തേക്കും അവിടെ ഒരു ഇഡ്ഡലിക്ക് കട കണ്ടു. അപ്പോൾ ആ കടയിൽ നിന്ന് 2 സെറ്റ് ഇഡ്ഡലി, ഒരെണ്ണം നമ്മൾ വേറെ ആൾക്ക് വാങ്ങിക്കൊടുത്തു, ഒരു സെറ്റ് പൂരി, പിന്നെ ഒരു ദോശ. ഇത്രയും കഴിച്ചതിന് 180 റുപ്പീസേ ആയുള്ളൂ. ഭയങ്കര ടേസ്റ്റും, ചൂടാണ്. ഇഡ്ഡലിയും ദോശയും കഴിച്ചെങ്കിലും ദാഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ഗ്ലാസ് സോഡ നാരങ്ങയും കുടിച്ചു ഞങ്ങൾ യാത്രയിൽ. ഞങ്ങൾ ഇവരോട് സംസാരിച്ചപ്പോൾ മനസ്സിലായ ഒരു കാര്യം, രാവിലെ ഒന്നും ഈ ഒരു ഫുഡ് സ്റ്റോൾസ് ഉണ്ടാവില്ല. ഈവനിങ് മാത്രം വർക്ക് ചെയ്യുന്ന ഫുഡ് സ്റ്റോൾസാണ്. ഒരു 10 മണി വരെ ഉണ്ടാവും. ചൂടാ ഫുഡ് ഉണ്ടാക്കി തരും. ഉള്ളൊരു കാര്യം, നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഹോസ്റ്റലിലേക്ക് റാപ്പിഡോ ആണ് എടുത്തത്. അപ്പോൾ അതൊരു 51 രൂപയല്ലേ, 51 റുപ്പീസായി. ഇപ്പോൾ ഇവിടുന്ന് നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഈ ഗോവിന്ദരാജസ്വാമി ടെമ്പിളിലേക്ക് ഒരു 54 റുപ്പീസാണ്. സോ നമ്മൾ പുറത്തുനിന്ന് അല്ലാണ്ട് ഓട്ടോ വിളിച്ചാൽ മേ ബി ഇറ്റ് വിൽ ബി മോർ. റാപ്പിഡോ, യൂബർ എല്ലാം ഉണ്ട് ഇവിടെ. സോ യു ക്യാൻ യൂസ് എ ഫെസിലിറ്റി. ഒരു 10 മിനിറ്റ്സിൽ തന്നെ നമ്മൾ ഗോവിന്ദരാജസ്വാമി ടെമ്പിളിലെത്തി. വളരെ മനോഹരമായിട്ടുള്ള ഒരു ടെമ്പിളാണ് ഗോവിന്ദരാജസ്വാമി ടെമ്പിൾ. അനന്തശയനത്തിലുള്ള മഹാവിഷ്ണുവാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. മഹാവിഷ്ണു കൂടാതെ ലക്ഷ്മി ദേവിയുണ്ട്, ശ്രീകൃഷ്ണനുണ്ട്, അങ്ങനെ ഒരുപാട് ഉപദേവതകളും ഉണ്ട്. ഒരു വല്ലാത്തൊരു ഫീലിംഗ് എനിക്ക് തോന്നി അവിടെ ചെന്നപ്പോഴത്തേക്കും. ഫസ്റ്റ് തിങ്, നമ്മുടെ കൾച്ചറേ അല്ല, വേറെ കൾച്ചറിലുള്ള ടെമ്പിൾ കാണുമ്പോൾ നമുക്ക് കുറച്ച് ക്യൂരിയോസിറ്റി ഉണ്ടാവും. അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഞാൻ ഈ തിരുപ്പതി പോകണം ടിക്കറ്റ് കിട്ടിയപ്പോൾ തന്നെ ഫുൾ യൂട്യൂബ് ചാനലിൽ കയറി എല്ലാം ഇങ്ങനെ പഠിച്ചിട്ടാണ് പോയത്. അങ്ങനെ എനിക്ക് കിട്ടിയൊരു ഇൻഫർമേഷനാണ്, നമ്മൾ തിരുപ്പതി ഭഗവാനെ കാണാൻ പോകുമ്പം ആദ്യം നമ്മൾ ഗോവിന്ദരാജസ്വാമി ടെമ്പിളിൽ പോകണം. അതിനുശേഷം പത്മാവതി ടെമ്പിളിൽ പോകണം.
അതിനുശേഷം നമ്മൾ മല കയറി തിരുമലയിൽ ചെന്നതിന് ശേഷം തലമുണ്ടലം ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്തതിന് ശേഷം ശ്രീവാരി പുഷ്കരണിയിൽ കുളിച്ചതിന് ശേഷം ശ്രീ വരാഹമൂർത്തി ക്ഷേത്രത്തിൽ തൊഴുതതിന് ശേഷം മാത്രമേ ബാലാജിയെ കാണാവുള്ളൂ. അതിനുശേഷം കാളഹസ്തിയിലും കൂടെ പോയാലാണ് ഈ തിരുമല തിരുപ്പതി നമ്മുടെ ഒരു പിൽഗ്രിമേജ് ഉണ്ടല്ലോ അതിനൊരു കംപ്ലീഷൻ ഉണ്ടാവും എന്നാണ് ഞാൻ കേട്ടതും വായിച്ചതും. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആ ഒരു പാറ്റേണിലാണ് ഈ മൊത്തവും യാത്രയും പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു അമ്പലത്തിലും മൊബൈൽ ഫോൺസ് അകത്ത് കയറ്റില്ല. പക്ഷേ നമ്മുടെ മൊബൈൽ ഫോൺ സേഫായിട്ട് വെക്കാൻ പറ്റിയ ലോക്ക് സംവിധാനങ്ങൾ അവിടെ ഉണ്ട്. പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യം, എപ്പോൾ ചെന്നാലും നേദ്യം കിട്ടും, എന്തെങ്കിലും ഒരു ഭക്ഷണം ഭഗവാന്റെ വക നമുക്ക് കിട്ടും. 12-ാം നൂറ്റാണ്ടിൽ 1130 AD രാമാനുജമാണ് ഈ ഒരു ക്ഷേത്രം നിർമ്മിച്ചത്. യോഗ നിദ്ര പോസ്ചർ അല്ലെങ്കിൽ നമ്മൾ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കാണുന്ന പോലെ അനന്തശയനത്തിൽ ആണ് നമുക്ക് മഹാവിഷ്ണുവിനെ കാണാൻ പറ്റുന്നത്. അതും ശ്രീദേവി ഭൂദേവി സമേതനായിട്ടാണ് ഈ ഗോവിന്ദരാജസ്വാമി ക്ഷേത്രത്തിൽ ഭഗവാനെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി ഞങ്ങൾക്ക് രാവിലെ ഒരു 3 മണി അല്ലെങ്കിൽ ഒരു 3:30 റൂമിൽ നിന്ന് ഇറങ്ങി പത്മാവതി ക്ഷേത്രത്തിൽ പോയിട്ട് അവിടുന്ന് ഭഗവതീനെ കണ്ടിട്ട് വേണം തിരുമലയ്ക്ക് പോകാൻ. ആ വീഡിയോ അടുത്ത വീഡിയോയിൽ കാണിക്കാം. ബൈ.